പൊടിയാണ് ആവശ്യമുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 കപ്പ് പൊട്ടുപൊടി, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മളെ പൊട്ടുപൊടി ഞങ്ങൾ ഉപയോഗിക്കുന്നത് അജ്മീൻ്റെ ഇൻസ്റ്റൻറ്റ് പൊട്ടുപൊടിയാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം, വീട്ടിലുണ്ടാക്കിയതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എല്ലാം നല്ലോണം ചതച്ചെടുത്തത്. പിന്നെ 215 ഗ്രാം ചെമ്മീൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയത്. പിന്നെ ചെറിയ ചെമ്മീനാണെങ്കിൽ അതിൻ്റെ തല കളയണം, വലിയ ചെമ്മീനാണെങ്കിൽ തല കളയുകയും വേണം. അത് കുറച്ച് ചെറുതാക്കി നുറുക്കുകയും ഇങ്ങനത്തെ ഒരു സൈസിൽ ചെറുതാക്കി മുറിക്കുകയും വേണം. 3 മീഡിയം സൈസ് വെല്ലുവിളി, 1 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മല്ലിയില. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പുട്ടുപൊടി കുഴച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് മസാല ചെയ്യാം. 1.5 കപ്പ് വെള്ളമാണ് ഇത്, 2 കപ്പ് പുട്ടുപൊടി. അപ്പോൾ ആദ്യം നമുക്ക് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്തൊന്ന് നല്ലോണം ഇളക്കിയിട്ട് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് പുട്ടുപൊടിയിലേക്ക് ഇടാം. ഈ വെള്ളം ഒരിക്കലും ചെമ്മീൻ പുട്ട് കൂടി പോകരുത്, നല്ല കറക്റ്റ് വെള്ളമായിരിക്കണം. ഇനി നമ്മുടെ ബൗളിലുള്ള പകുതി വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ലോണം കുഴച്ചെടുക്കാം. എല്ലാ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇനി നല്ലോണം ഒന്ന് കൊഴിച്ചെടുക്കാം. ബൗളിലുള്ള എല്ലാ വെള്ളവും ഇതിനകത്തേക്ക് ഒഴിക്കണം കേട്ടോ. ഇത് ഇൻസ്റ്റൻറ്റ് പൊട്ടുപൊടിയാണ്. അപ്പം ഞങ്ങൾ 2.25 കപ്പ് വെള്ളം ഒഴിച്ച് അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ്റെ മസാല തയ്യാറാക്കാം. നമ്മൾ ചെമ്മീൻ്റെ മസാല ഉണ്ടാക്കാൻ തയ്യാറാക്കുന്നത്. പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഞങ്ങൾ ഉള്ളി വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പ് കൂടി പോകരുത്, കാരണം നമ്മൾ പുട്ടിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നാക്കി വഴറ്റിയെടുക്കാം. ഉള്ളി കുറച്ചൊക്കെ വാടിയിട്ട് നമുക്കിനി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇടാം. ഇതൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ 1/4 ഭാഗം വാടിയിട്ടുണ്ട്, ഫുള്ളായിട്ടൊന്നും വാടിയില്ല. എനിക്ക് മഞ്ഞളിതാ ഒന്ന് ഇളക്കാം. നമുക്ക് ചെമ്മീൻ ഉണ്ടാക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മള് ചെമ്മീനൊക്കെ നല്ലോണം വെന്ത് വരുന്നുണ്ട്. മിക്സ് ചെയ്യാം. എനിക്ക് മല്ലിപ്പൊടി ഒന്നിട്ടാ, നമുക്ക് മല്ലിപ്പൊടി അതിലേക്ക് ഇടാം. ഇതൊന്ന് അതിൻ്റെ അകത്തേക്ക് കുരുമുളക് പൊടിയും ഇടാം. പിന്നെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഗരം മസാല ഇടാം. ഗരം മസാല താ. നമുക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇടാം. ഇളക്കിയെടുക്കാം. തീ നമുക്കൊന്ന് ഓഫാക്കാം. പുട്ടുപൊടിയൊക്കെ കുഴച്ചിട്ട് മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുട്ടുപൊടി എന്തെങ്കിലും ഒരു കൺസിസ്റ്റൻസി വരണം. ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരികയും ചെയ്യണം. പിന്നെ ഇങ്ങനെ നെക്കാണെങ്കിൽ ഒട്ടിപ്പിടിച്ച് വരികയും ചെയ്യണം. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ ആണ് നമ്മൾ പുട്ടുപൊടി ആക്കേണ്ടത്.
ഇനി നമുക്ക് പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്ക് ചെമ്മീൻ 1 സ്പൂൺ ഇടാം. പിന്നെ പുട്ടുപൊടി 3 സ്പൂൺ ഇടാം. ഇനി നമുക്ക് വീണ്ടും 1 സ്പൂണ് ചെമ്മീൻ്റെ മസാല ഇടാം. ഞങ്ങൾ 3 സ്പൂണ് പുട്ടുപൊടി 1 സ്പൂണ് ചെമ്മീൻ മസാല എന്ന രൂപത്തിൽ പുട്ടും കുറ്റി ഫുള്ളും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാം. കുക്കറിലിപ്പം നല്ല ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് പുട്ടും കുറ്റി കുക്കറിൻ്റെ മേലേക്ക് വെക്കാം. പുട്ട് നല്ല പുകയൊക്കെ വന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പുട്ട് പുറത്തേക്ക് എടുക്കാം. നമ്മളെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് പുട്ട് കുത്തിയെടുക്കാം. പുട്ട് കുത്തിയെടുക്കുമ്പോൾ വാഴേൻ്റെ ഇലമേലേക്ക് കുത്തിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. കുത്തിപ്പുട്ട് നല്ലോണം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല എരിവും ഉപ്പൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 കുറ്റിപ്പുട്ടും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് ഞങ്ങൾ 3 കുറ്റിപ്പുട്ടിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.